ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരളക്കിത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ, പച്ചരി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ തന്നെ പകുതി ഉഴുന്നും എടുത്തിട്ടുണ്ട്. രണ്ട് പാത്രത്തിലും വേറെ വേറെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പച്ചരിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഒഴിവാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞാനിതാ ഇവിടെ കുറച്ച് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് 6 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു 2-3 പ്രാവശ്യം അതും ഒന്ന് കഴുകിയതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഉഴുന്നായതുകൊണ്ട് നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ജാറിനൊന്നും ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചൊരു തണുപ്പോട് കൂടെ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മളെ ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ആദ്യം ഉഴുന്നാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഉഴുന്നിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വെള്ളമൊന്നും ഒഴിവാക്കണ്ട. അതുതന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്നെസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം, കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. ഇനി ആ മിക്സിൻ്റെ ജാറിൽ തന്നെ പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉഴുന്നിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലാണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് തന്നെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് നമ്മൾ അരി അരച്ച മിക്സിൻ്റെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലിട്ടെടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് ഇതിനും വേണ്ടത് കേട്ടോ. കൂടുതൽ വെള്ളം ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ അവിടെ രണ്ടും നല്ല രീതിയിൽ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈകൊണ്ടാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു തവി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇത് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തവി കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതവിടെ നിന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചിട്ട് നേരം വെളുത്താൽ നമുക്കത്, ഞാനിപ്പോൾ രാത്രിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നേരം വെളുത്താൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി.
തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു രീതിക്കാണ് നമ്മളെ ഇഡ്ഡലി മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പുമ്മലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പാത്രം ചൂടായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചിലർ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടൊക്കെ ഇത് മാവ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അരി അരിക്കുമ്പോഴൊക്കെ നമ്മൾ അരി വേറെ ഉഴുന്ന് വേറെ അങ്ങനെയൊക്കെ അരച്ചെടുക്കണം. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. വീഡിയോ കണ്ടതുപോലെ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ചിലർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടുത്തിട്ട് കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് അരി അരക്കണ സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിത് തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ തേങ്ങാപ്പാലില്ലാതെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 തട്ടുണ്ട്. 3 തട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് അടച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതെന്ത് ചെയ്യുക, ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അടർത്തിയെടുക്കേണ്ടത്. ചൂടോടുകൂടെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില പാത്രത്തിൽ ഉണ്ടാക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ചുട്ടെടുക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് ഇഡ്ഡലി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ അടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് ടിപ്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി മാവ് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക. വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.